അങ്ങനെ ഒരു മോഡലാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ പിക്ക് ചെയ്യുന്നു. സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചായിരിക്കും അതിൻ്റെ വർക്കിംഗ് രൂപമാണ്. ഓരോ സ്പീഡിനനുസരിച്ചായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫോർ കെ സോറി അതുപോലെ തന്നെ നമുക്ക് 4K റെൻഡർ ചെയ്യാൻ ലൂമിയം ഉപയോഗിക്കാം. പക്ഷേ അതിന് നമുക്ക് മെറ്റീരിയൽ ഇതുപോലെ PBR മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. സോ അതനുസരിച്ച് റെൻഡർ ചെയ്യാൻ പറ്റിയ സിസ്റ്റം ആയിരിക്കണം എന്ന് മാത്രം. ഓക്കെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇതിലുള്ള മെറ്റീരിയലിനെ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ റെൻഡർ ചെയ്യാനാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻ്റർഫേസ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മോഡൽ നമ്മൾ ലൈവ് സിങ്ക്രോണൈസ് ചെയ്യുമ്പോൾ കണക്ട് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിലേക്കായിരിക്കും വന്ന് നിൽക്കുക. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്കെച്ചപ്പിൽ തന്നെ ലൈവ് ആയതുകൊണ്ട് കുറച്ച് മൂവ് ചെയ്യാനൊന്നും ഇങ്ങനെയൊക്കെ പറ്റും. ഇല്ല നിങ്ങൾ ലൂമിയോൺ 8 അല്ലെങ്കിൽ ഇതിൻ്റെ ലൂമിയോൺ 9 ലൈവ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ 8 ലൈവ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് മുന്നത്തെ വേർഷനൊക്കെ ആണെങ്കിൽ ലൈവ് ഇല്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് വന്നിട്ട് നമുക്കിത് ലോഡ് ചെയ്യാം. സ്കെച്ചപ്പ് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ലോഡ് ചെയ്യണം. ഈ ലൈവ് സിങ്ക്രോണൈസ് നിങ്ങൾ ലൂമിയോൺ ലൈവ് സിങ്ക്രോണൈസ് നിങ്ങൾക്ക് 3D എക്സ്റ്റൻഷൻ സ്കെച്ചപ്പിൻ്റെ 3D എക്സ്റ്റൻഷനിൽ ഫ്രീ ആണ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അത് ഞാൻ മുന്നേ പറഞ്ഞു തന്നു എങ്ങനെ ചെയ്യാന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിലൊക്കെ ഉണ്ട്, ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കയറിയാൽ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് സെക്ഷനിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് കൊടുക്കുന്നതാണ്. ജസ്റ്റ് പ്ലേ ചെയ്യാണ്. അവിടെ ലോഡ് ആവുന്നത് വന്നാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഈ ഒരു ഫേസിന് നമുക്ക് ആവശ്യമില്ല, ഞാൻ ഡിലീറ്റ് ചെയ്യണം. ജസ്റ്റ് Ctrl+S സേവ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു സർഫസ് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റുകയാണെങ്കിൽ ടൈൽസ് പുറത്തെ സ്ട്രീറ്റ് ടൈൽസ് കൊടുക്കും. ഓക്കെ, മെറ്റീരിയൽസിൽ പോയിട്ട് മെറ്റീരിയൽ ലൈബ്രറി ഔട്ട്ഡോർ ക്ലിക്ക് ചെയ്യുക. പിന്നെ പുറത്തുള്ള ടൈൽസ് എക്സ്റ്റീരിയർ ടൈൽസ് കൊടുക്കാം. ഓക്കെ, ബ്രിക്സ് കൊടുക്കാം. എനിക്ക് ആവശ്യം നിങ്ങളുടെ കൺസെപ്റ്റിനനുസരിച്ച് എനിക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, കൂടുതൽ ബ്രിക്ക് കൊടുക്കണം. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം നമുക്ക് ഇവിടെ ക്ലോസ്നെസ് കൂട്ടാം, തിളക്കം കൂട്ടാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ റിഫ്ലക്ഷൻ കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ ഈ ടൈൽസിലൊന്നും അങ്ങനെ റിഫ്ലക്ഷൻ ഉണ്ടാവില്ല. അത് കുറച്ച് കിട്ടുക. പിന്നെ സ്കെയിൽ കൂട്ടാൻ പറ്റുന്നതായിരിക്കും, സ്കെയിൽ കുറയ്ക്കുക. പിന്നെ PBR മെറ്റീരിയൽ ആഡ് ചെയ്യണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സെലക്ട് ചെയ്തത് അങ്ങനെ കൊടുക്കാം. അതുപോലെ ബമ്പില്ലേ, ബമ്പ് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് എല്ലാം ഇതിൽ നമുക്ക് ചൂസ് ചെയ്തിട്ട് നൽകാവുന്ന ആണ്. ഓക്കെ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം റെൻഡർ ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. നിങ്ങൾക്ക് ക്വാളിറ്റി സിസ്റ്റം ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ചൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇതിൽ ജസ്റ്റ് ഇപ്പോൾ PBR മെറ്റീരിയൽസ് ആണ്. ഫോർ എക്സാമ്പിൾ ആഷ്ഫോൾട്ട്, ഇതിനൊക്കെ നോർമൽ, അതുപോലെ കളർ, ഡിസ്പ്ലേസ്മെൻറ്റ്, അങ്ങനെ ഓരോന്ന് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് അത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, നമുക്ക് ആവശ്യമുള്ള മാത്രം ചെയ്യുന്നുള്ളൂ. സ്റ്റോണിൻ്റെ ഓരോന്നും സേവ് ചെയ്ത് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തെങ്കിലും മാറ്റം വരുമ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ മുന്നിലുള്ള എല്ലാ കാര്യങ്ങളും പോകുന്നതായിരിക്കും. എനിക്ക് കുറച്ചും കൂടി സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാക്കിലോട്ട് പോകാത്ത. ഇത് മാറ്റിയതിന് ശേഷം ഞാൻ അങ്ങനെ ചെയ്യാനായിരിക്കും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ചേഞ്ചസ് വരുത്താൻ. മറ്റേ സേവ് ചെയ്ത് പിന്നെയും ഇത് ലോഡ് ചെയ്യും, വീണ്ടും അങ്ങനെ ചേഞ്ച് ആക്കണം. അതിൻ്റെ ആവശ്യമില്ല.
ഒക്കെ ചെയ്തതിന് ശേഷം പെട്ടെന്ന് ചെയ്യുമ്പോൾ സ്പീഡ് ഇങ്ങനെ വർക്ക് സ്പീഡാവും. ഓക്കെ, ഔട്ട്ഡോറിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റോൺ ക്ലിക്ക് ചെയ്ത് ഇതാണ് ആവശ്യമായൊരു ഡിസൈൻ നമുക്ക് നൽകുക. ഓക്കെ, ഈ ഒരു ഡിസൈൻ നൽകി. എന്നുവെച്ചാൽ ഈ ഒരു കളറല്ല, എനിക്ക് കളറൊക്കെ മാറ്റണമെങ്കിൽ കളർ സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കളർ മാറ്റാവുന്നതാണ്. ഇപ്പോൾ ബ്ലാക്കിലുള്ളത് ബ്ലാക്കല്ല ഗ്രേ വേണം, റെഡിൽ വേണം, അതൊക്കെ നിങ്ങൾ ഐഡിയക്കനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കുന്നതാണ്. ഓക്കെ, അതിനേക്കാൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് ഏതാണ് കംഫർട്ടായി തോന്നുന്നത് അത് കൊടുക്കുക. ഓക്കെ, നേരത്തെ ഫ്ലോറിങ് സോറി, ഇത് നമുക്ക് ഇതിൽ ബദർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ സ്റ്റോൺ എടുക്കുന്നത് ഇത് ഞങ്ങൾ മെറ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് മെറ്റൽ കൊടുക്കുന്നതാണ്. സിൽവർ, അതുപോലെ അയൺ, അലുമിനിയം, പ്ലാസ്റ്റിക്, കോപ്പർ, വുഡ്, അങ്ങനെ ലെതറാണെങ്കിൽ അതൊക്കെ ഇവിടെ സെലക്ട് ചെയ്യണം. ഇതിൽ തന്നെ ഇപ്പോൾ ഈ സ്റ്റോണത്തിന് നമുക്ക് വെതറിങ് കൂട്ടി കൊടുക്കാം. അതിങ്ങനെ പഴക്കം നന്നായിട്ട് കാണുന്നതായിരിക്കും ഉണ്ടോ. അപ്പം നമുക്ക് കൂട്ടാം. ഓക്കെ, ഇത് പ്ലാസ്റ്ററിങ് ആണ്, അത് പ്ലാസ്റ്ററിങ് കൊടുക്കാം. ഔട്ട്ഡോർ ക്ലിക്ക് ചെയ്യുക, then പ്ലാസ്റ്റർ ക്ലിക്ക് ചെയ്യുക, എക്സ്റ്റീരിയർ വോൾ ക്ലിക്ക് ചെയ്ത് കളറൈസേഷൻ ഫുൾ വൈറ്റ് കൊടുക്കണം. ഓക്കെ, കാണാൻ പറ്റിയ പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ് അങ്ങനത്തെ സ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു വോളിൽ നമുക്ക് ഇതിൽ സ്റ്റോണിൻ്റെ ഡിസൈൻ കൊടുക്കാവുന്നതാണ്. ഡിസൈൻ നമുക്ക് സ്കെയിൽ ചെയ്യാം. ഇതെല്ലാം എനിക്ക് ഇപ്പോൾ ഈ ഒരു ചാർട്ട് ഇങ്ങനെ കയറിയിട്ടുണ്ട്. ഇത് ഇങ്ങോട്ട് കുറച്ച് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ വന്നിട്ട് ഓറിയൻറ്റേഷനിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ആംഗിൾ മാറ്റാൻ ഇത് പിച്ച്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട്, ഇത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കളർ നമുക്ക് കുറച്ചൊരു ഡാർക്ക് കൊടുക്കണമെങ്കിൽ കളറൈസേഷനിൽ കൊടുത്ത് താത്തി കൊടുക്കും. ഓക്കെ, പിന്നെ ഇതേ പ്രോസസ്സിൽ നിന്നാണ് നമുക്ക് ഇത് വേണ്ടതുണ്ട്. കോപ്പി മെറ്റീരിയൽ ക്ലിക്ക് ചെയ്യുക, ഇത് പോയിട്ട് സ്റ്റാൻഡേർഡിൽ ക്ലിക്ക് ചെയ്യുക, ഇതിൽ പേസ്റ്റ് മെറ്റീരിയൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വൈറ്റ് തന്നെ ആയില്ല, അതിന് ശേഷം കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഗ്രേ ആയില്ല. അതുപോലെ തന്നെ ഗ്രീൻ കൊടുക്കുന്നത് പ്രൂഫ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഔട്ട്ഡോറിൽ പ്രൂഫ് ക്ലിക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഒരു പ്രൂഫ് സെലക്ട് ചെയ്യുക. ഓക്കെ, റിഫ്ലക്റ്റിവിറ്റി കൂട്ടണേ കുറയ്ക്കുക, അത് നിങ്ങൾ ഇഷ്ടപ്രകാരം ചെയ്യുക. നമുക്ക് ഏതാണ് കംഫർട്ടായി ചെയ്യുക. ഓക്കെ, സ്കെയിൽ കൂട്ടാനാണ് കുറയ്ക്കാനാണ്. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലോ ഇവിടെ ഗ്രേഡ് കൂട്ടുന്നുണ്ടോ, നമുക്ക് അനുസരിച്ച് ചെയ്യാമോ. നെക്സ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് അലുമിനിയം സെറ്റ് ചെയ്യാം. അലുമിനിയം സ്റ്റീൽ ഇൻഡോറിൽ ക്ലിക്ക് ചെയ്തിട്ട് മെറ്റൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ സിൽവർ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ടൈറ്റാനിയം, സിങ്ക്, അയണ് സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്ത ശേഷം ഗ്ലോസിനെസ് തിളക്കം കുറച്ച് കുറയ്ക്കണം, റിഫ്ലക്റ്റിവിറ്റി കുറയ്ക്കണം. കളറൈസേഷനിൽ നമുക്ക് വൈറ്റ് വേണം, അത് കുറച്ച് ഡാർക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏതാണ് കംഫർട്ട് കളർ നൽകണം. ഓക്കെ,
ഫ്ലോറിൽ ക്ലിക്ക് ചെയ്യുക, ഇൻഡോറിൽ സ്റ്റോൺ സെലക്ട് ചെയ്യണം, മാർബിൾ സെലക്ട് ചെയ്യുക. ഓക്കെ, തിളക്കം കൂട്ടണമെങ്കിൽ കൂട്ടാം, ഗ്ലോസിനെസ് അതിൻ്റെ പറ്റിയിട്ട് കൂട്ടാം, സ്കെയിൽ മാറ്റാം. ഓക്കെ, അടുത്തത് ലൈറ്റിൻ്റെ കൊടുക്കുക. ലൈറ്റ് ഇൻഡോറിൽ നമുക്ക് പ്ലാസ്റ്റിക് കൊടുക്കുക. പ്ലാസ്റ്റിക് ഏതെങ്കിലും കളർ, ഒരു കളർ കൊടുത്തിട്ടുണ്ട്. ഈ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. കളറൈസേഷൻ കൊടുത്തിട്ട് കളർ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നമുക്ക് ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റ് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ കൊടുക്കാം, അത് അന്നേരം കൊടുത്താൽ മതി. ഫേസ് സെലക്ട് ചെയ്ത് സ്റ്റാൻഡേർഡിൽ പോയിട്ട് ഈ ഒരു സെറ്റിങ്സ് എടുക്കുക, പിന്നെ സേവ് കൂട്ടി കൊടുക്കാം. അപ്പോൾ ലൈറ്റിൻ്റെ എഫക്റ്റ് വരുന്നതായിരിക്കും. നന്നായിട്ട് കൂട്ടി കൊടുത്താൽ നന്നായിട്ട് ഒരു ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റ് കൂടും. എത്ര വേണ്ട ഉണ്ടോ, ഇവിടെയൊക്കെ നമ്മൾ ലൈറ്റിൻ്റെ എഫക്റ്റ് വന്നുണ്ട്. ഓക്കെ, നമുക്ക് വുഡ് സെറ്റ് ചെയ്യാണ്ട്, അങ്ങനെ വിൻഡോ സെറ്റ് ചെയ്യാണ്ട് ഇതുകൂടെ ഒന്ന് പ്ലാസ്റ്ററിങ്ങിൽ തന്നെ കോപ്പി ചെയ്യുക. കോപ്പി മെറ്റീരിയൽ എടുത്തത് സ്റ്റാൻഡേർഡ് ക്ലിക്ക് ചെയ്യുക, വേസ്റ്റ് മെറ്റീരിയൽ ഒരു കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം, ഡാർക്ക് കൊടുക്കാം. ഓക്കെ, ഗ്ലാസ് കൊടുക്കുക, ഔട്ട്ഡോറിൽ ക്ലിക്ക് ചെയ്യുക, വേരിയസ് ക്ലിക്ക് ചെയ്യുക, 3D ഗ്രാസ് ഇഷ്ടപ്പെട്ട ഗ്രാസ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഗ്രാസ് കഴിഞ്ഞു. ഇതിവിടെ എൻ്റെ കളറൈസേഷൻ മാറ്റാം, അതുപോലെ ഗ്രാസിൻ്റെ സൈസ് മാറ്റാനുണ്ടോ, നമുക്ക് കുറയ്ക്കാൻ സൈസ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ സ്കെയിൽ കസ്റ്റംസ് ആക്കാൻ പറ്റും, കുറച്ച് പൊന്തിയിട്ട് കുറച്ച് താന്നിട്ടൊക്കെ ഇങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നമുക്ക് വുഡിൻ്റെ എഫക്റ്റ് കൊടുക്കാം. വുഡ് ഞാൻ സെലക്ട് ചെയ്യാണ്, അതിൻ്റെ ഗ്ലാസ് കൊടുക്കണം. ഗ്ലാസ് ക്ലിക്ക് ചെയ്ത് വേർട്ടിക്കൽ ലൈബ്രറി ക്ലിക്ക് ചെയ്തതിനു ശേഷം ഗ്ലാസ് അപ്പിയറൻസിൽ ക്ലിക്ക് ചെയ്യണം. റിഫ്ലക്റ്റിവിറ്റി കുറച്ച് കൂട്ടി കൊടുക്കണം. ഇൻ്റർണൽ റിഫ്ലക്ഷൻ കുറച്ച് കൂട്ടി കൊടുക്കുന്നുണ്ട്. വുഡിൻ്റെ എഫക്റ്റ് ഇൻഡോറിൽ വന്നിട്ട് എങ്ങനെ ഇവിടേക്ക് നമുക്ക് വെതറിങ്ങിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്ലാസ്റ്റിക്കാണ്, വെതറിങ്ങിൽ വന്നിട്ട് പ്ലാസ്റ്റിക് ക്ലിക്ക് ചെയ്യുക, പ്ലാസ്റ്റിക് ക്ലിക്ക് ചെയ്യുക. അതുപോലെ സ്റ്റോണൊക്കെ ഓക്കെ, സ്റ്റോൺ മാറ്റില്ല. അതുപോലെ ഇതിൽ മെറ്റൽ, സിൽവർ, അയണാണ്, സോറി ഇത് പ്ലാസ്റ്റിക്കാണ് നോക്കിയത്. ഓക്കെ, സോറി അത് ഓക്കെ, പ്ലാസ്റ്റിക്കാണ്. അതിനുശേഷം നമുക്ക് വുഡ് ചേഞ്ച് ചെയ്യാം. വുഡ് ക്ലിക്ക് ചെയ്ത് ഇൻഡോറിൽ വുഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടൊരു മെറ്റീരിയൽ അപ്ലൈ ചെയ്യുക. ആ മെറ്റീരിയൽ അപ്ലൈ ചെയ്ത് അതിൻ്റെ തിളക്കം കുറച്ച് കുറയ്ക്കണം. അപ്പോൾ ഇതിൽ തിളക്കം നമുക്ക് കുറച്ച് കൊടുക്കാം. ഓക്കെ, റിഫ്ലക്റ്റിവിറ്റി ഞാൻ കുറച്ച് കൊടുക്കാം. അതിൽ വുഡ് സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ അതിൽ ഇൻഡോറിൽ പോയിട്ട് വുഡ് സെലക്ട് ചെയ്യാം. ക്യൂ പ്രസ് ചെയ്തിട്ട് ബോക്സിനെസ് കുറച്ച് കൊടുക്കാം. എനിക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളറൊക്കെ മാറ്റാം. എന്നിട്ട് തന്നെ ഈ വുഡിൻ്റെ കളറൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ കളറൈസേഷൻ കൂട്ടിയിട്ട് ഇതിൽ മാറ്റാണ്, കളർ മാറ്റാണ്. കളർ ഒരു കളർ തന്നെ കൊടുക്കുന്നു. ഞാനൊന്ന് കളർ ചെയ്യും, കുറച്ചൊരു കളർ മാറ്റി കൊടുക്കാം. ഡാർക്ക് കൊടുക്കാം.
കുറച്ചിട്ട് ഡാർക്ക് കൊടുക്കുക. ഓക്കെ, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതാണ്. സേവ് ചെയ്യാം. ആദ്യം ചെയ്യേണ്ട ഫയൽ സേവ് ചെയ്യാന്നുള്ള കേട്ടോ. ഹൗസ് ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ട നെയിം നൽകാം. ഫയൽ സേവ് ചെയ്യട്ടെ. ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യാം, ക്യാമറ ക്ലിക്ക് ചെയ്യാം. ഇത് ഡിലീറ്റ് ചെയ്ത് കളയട്ടെ. കറക്റ്റ് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ഞെക്കിയിട്ട് നമുക്ക് കറക്റ്റ് ഇങ്ങനെ നാവിഗേറ്റ് ചെയ്യാവുന്നതാണ്. അത് കറക്റ്റായിട്ട് ഇവിടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഒരു 1.5 ഓക്കെ. ജസ്റ്റ് സൂം ചെയ്യുക. ഫോർട്ടിനൈറ്റ് കുറച്ചൊന്ന് കൂടി കൊടുക്കണം. മൗസ് റൈറ്റ് ബട്ടൺ ഞെക്കിയിട്ട് കറക്റ്റ് ചെയ്യാൻ. ഇതിൽ റിയലിസ്റ്റിക് ക്ലിക്ക് ചെയ്യാം. എഫക്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്യാമറ ക്ലിക്ക് ചെയ്യുക. 2.4 പെർസ്പെക്റ്റീവ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു ആംഗിളിൽ കറക്റ്റ് സൈറ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് തിരിഞ്ഞ് മറിഞ്ഞ് നോക്കുക, ചെരിഞ്ഞിട്ട് നോക്കുക, ഒരു വൃത്തി ഉണ്ടാവില്ല. ക്യാമറ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് അകത്ത് ക്ലിക്ക് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒരു ഫ്രിഡ്ജ് നമുക്ക് കാണിച്ചിരുന്നായിരിക്കും. ഓക്കെ, നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് റിയൽ സ്കൈ ഓൺ ചെയ്യാം. സ്കൈ നമുക്ക് ഇത് കണ്ടായി ക്ലിക്ക് ചെയ്യാം. ഓവർകാസ്റ്റ് സെറ്റ്, അങ്ങനെ ഒരുപാട് സ്കൈസ് നമുക്ക് അവൈലബിൾ ആണ്. എന്തെങ്കിലും ഓവർകാസ്റ്റ് കൊടുക്കണം. ഓക്കെ, ലൈറ്റിങ് നമുക്ക് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ റൊട്ടേഷൻ മാറുന്നതായിരിക്കും. ഓക്കെ, ഒരു ബ്രൈറ്റ്നെസ് കൂട്ടി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എഫക്ട്സ് തന്നെ വെതറിൽ പ്രസിപ്പിറ്റേഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് റൈനി എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. അതിൽ തന്നെ ഫേസ് കൂട്ടിയിട്ട് പാർട്ടിക്കിൾ ക്വാണ്ടിറ്റി നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ആവശ്യങ്ങൾ കൊടുക്കാം. കൊടുക്കുന്നില്ല, നമുക്ക് സൈഡിലൊക്കെ കുറച്ച് ട്രീസ് കൊടുത്തിട്ട് ഈ ബാക്കി ഭാഗം കാണാൻ, നമ്മുടെ വീട് മാത്രം കാണാനുള്ള രൂപത്തിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മളൊരു വീട് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിൽ പിന്നെ ലൈറ്റ് എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് നൈറ്റ് വ്യൂ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് എഫക്റ്റ് കൊടുക്കാം. അത് ഓഫ് ചെയ്യണം. സെറ്റിങ്സിൽ പോയിട്ട് MC കുറച്ച് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് കളർ ഇത് ചെയ്ത് കൊടുക്കാം. വൈറ്റ് കൊടുക്കാം, കുറച്ചും കൂടി വൃത്തി ഉണ്ടാവും. ഓക്കെ, നമുക്ക് ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഇതിലൊക്കെ ഒരുപാട് ലെയർ ഉണ്ട്. നമ്മൾ ചെയ്ത് വെച്ച ഫയലാണ് ഇതിൽ ഉണ്ടായിരുന്ന ഫയലാണ് നമ്മൾ എടുക്കുക. അതുകൊണ്ട് ഇതിൽ തന്നെ ഉണ്ട് ഒരുപാട് ലെയേഴ്സ്. ഈ ഒരു എംറ്റി ലെയർ എടുക്കാം, ക്ലിക്ക് ചെയ്ത്. പക്ഷെ നമുക്ക്
ഇവിടെ ജസ്റ്റ് ട്രീസ് ഒക്കെ ആഡ് ചെയ്യാം. ജസ്റ്റ് ക്യൂബ് പ്രസ് ചെയ്യാം, ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യാം, നാച്ചുറൽ ക്ലിക്ക് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്യാം. പിന്നെ ട്രീസ് ഒക്കെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഫ്ലവേഴ്സ് സെലക്ട് ചെയ്തതിനു ശേഷം കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ആഡ് ചെയ്യാം. അതുപോലെ ഫ്ലവേഴ്സ് കൊടുക്കുന്നതാണ് സ്കെയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. മഞ്ചൾ കൊടുക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സ് ആഡ് ചെയ്യും. ആഡ് ചെയ്യുന്നത് നമ്മുടെ ഇടയിൽ അതുപോലെ തന്നെ ഈ ഒരു കുറേ ഡിഫറെൻറ്റ് കൊടുത്താൽ ഒരു വൃത്തികേടായിട്ട്. സോ ഒരേ പാറ്റേൺ ആകുമ്പോൾ ഭംഗിയുണ്ടാവും. സോ അങ്ങനെ തന്നെ കൊടുക്കാൻ കോപ്പി ചെയ്യണം. ഓക്കെ, സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് ട്രീസ് ഇവിടെ ആഡ് ചെയ്യാം. ട്രീസിന് നമുക്ക് വേറൊരു ലെയർ കൊടുക്കാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം, നെയിമേ മാറ്റി കൊടുക്കാം. ഔട്ട്സൈഡ് ട്രീസ് സേവ് ചെയ്യാം. ഓക്കെ, അതിലാണ് നമ്മൾ അടുത്ത ലെയർ ചെയ്യുന്നത്. ഓൾറെഡി ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റില്ല, കനോട്ട് ആയിട്ട്. അപ്പോൾ അടുത്ത ലെയറിലേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്തല്ലോ, ഇവിടെ ചെയ്ത് നമുക്കിപ്പോൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ ഒരു ആഡ് ലെയർ ക്ലിക്ക് ചെയ്താൽ മതി. സോ ആ ഒരു ഭാഗം ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, then we have to add trees add ചെയ്യാം. ജസ്റ്റ് trees ക്ലിക്ക് ചെയ്യാം, ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഇനി ഒറ്റ മാസ് പ്ലേസ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഒരു മാസ് പ്ലേസ്മെൻറ്റ് എത്ര വേണോ അതിലൂടെ ഒരു പോയിന്റ് പിക്ക് ചെയ്തിട്ട് അടുത്ത പോയിന്റ് കൂടെ പിക്ക് ചെയ്തിട്ട് എത്ര വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുത്താൽ മതി. അങ്ങനെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതൊരു കുറച്ച് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് പ്ലേസ് മാസ് പ്ലേസ്മെൻറ്റ് പിക്ക് ചെയ്യാം. ഈ ഒരു പോയിന്റ് പിക്ക് ചെയ്ത് അടുത്ത ഈ ഒരു പോയിന്റ് പിക്ക് ചെയ്ത് അപ്പോൾ ഒറ്റ ട്രീ ഉള്ളൂ. നമുക്ക് വേണ്ട ട്രീസൊക്കെ ഇതിൽ ആഡ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒന്ന് ഓൾറെഡി ആഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. പാം ട്രീസൊക്കെ നോർമൽ ട്രീസ് ആഡ് ചെയ്യണമെങ്കിൽ നോർമൽ ട്രീസ് കൊടുക്കുക. ഒരു ട്രീ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് കൊടുക്കുക. സോ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ട്രീ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു ട്രീ വന്നുകൊണ്ട് ഈ നമ്പർ ഓഫ് ഐറ്റംസ് കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് നമുക്കിവിടെ എക്സ്ട്രാ വരുന്നതായി. ഓക്കെ, അത് കവർ ആയിട്ടുണ്ട്. കൺഫേം കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തന്നെ ഈ ഒരു ബേസിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മളോട് ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഓൾറെഡി ട്രീസ് ഉണ്ട്. ഓക്കെ, അതായത് സെലക്ട് ക്ലിക്ക് ചെയ്യുക, ക്യാമറ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ക്യാമറ ഭാഗം ഫുള്ളായിട്ട് ഫില്ലായി ചെയ്യുക. വലിയ ട്രീസ് ആയതുകൊണ്ട് ഇനി ചെറിയ ചെറിയ ചെടികളെ കൊടുത്തുകൂടെ കവർ ചെയ്യാനൊക്കെ പറ്റും. എനിക്ക് ആവശ്യമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഷാർപ്പിന് ക്ലിക്ക് ചെയ്യുക, ഇൻറ്റൻസിറ്റി കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. എക്സ്പോഷർ എനിക്ക് വെളിച്ചം കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാൻ ആവശ്യമുണ്ട്. ഓക്കെ, കളർ കറക്ഷന് ടെമ്പറേച്ചർ കുറച്ച് കൂട്ടിയിട്ട് ടെമ്പറേച്ചർ കുറച്ച് നോക്കണം, കറക്റ്റ് ഒരു വൈറ്റിലേക്ക് വരുന്നത്. ഓക്കെ, ദെൻ ബ്രൈറ്റ്നെസ് കൂട്ടണമെങ്കിൽ കൂട്ടി കൊടുക്കുക ആവശ്യമെങ്കിൽ. നമുക്ക് എങ്ങനെയാണ് കംഫർട്ട് അതിനനുസരിച്ച് ചെയ്യാം. അതുപോലെ റിഫ്ലക്ഷൻ നമുക്ക്
വിൻഡോയിൽ റിഫ്ലക്ഷൻ കൊടുക്കേണ്ടത് നോർമൽ ക്ലിക്ക് ചെയ്യണം. ആയി കൊടുത്തു കഴിഞ്ഞാൽ റെൻഡർ സ്പീഡ് കുറയും. അതുകൊണ്ട് ഞാൻ ആയി കൊടുക്കാത്ത റിഫ്ലക്ഷൻ എഡിറ്റ് ചെയ്യുക, ആഡ് കൊടുക്കുക, ഗ്ലാസ് എഫക്റ്റ് എവിടേക്ക് വരുന്നവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനടുത്ത് അതുപോലെ തന്നെ റിഫ്ലക്ഷൻ വരുന്നതൊക്കെ നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഫ്ലോറിൽ കൊടുക്കുക, സ്റ്റെപ്പിൽ കൊടുക്കുക, ഈ സ്റ്റെപ്പിൽ കൊടുക്കുക. ഓക്കെ, ഈ ഒരു ടൈലിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, നമ്മൾ റിഫ്ലക്ഷൻ കുറച്ച് കൊടുത്തിട്ടാണ് ദെൻ സേവ് ചെയ്യുക. സോറി, ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പം ചെറിയ റിഫ്ലക്ഷൻ ആവുള്ളൂ. ഈ റിഫ്ലക്ഷൻ നല്ല ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിൻഡിൽ പോയിട്ട് മെറ്റീരിയലിൽ ഒരു ഗ്ലാസ് ക്ലിക്ക് ചെയ്യുക, റിഫ്ലക്റ്റിവിറ്റി കൂട്ടി കൊടുക്കുക. ഓക്കെ, again save changes, then camera, then ആ റിവ്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പം കുറച്ചുകൂടെ റിഫ്ലക്ഷൻ കൂടിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മാർബിളും അതുപോലെ റിഫ്ലക്ഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ റിഫ്ലക്റ്റിവിറ്റി കൂട്ടി കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ ടൈൽസിൻ്റെ കളറ് ഈ ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് കൊടുക്കാവുന്നതാണ്. കുറച്ച് കളർ കൂട്ടി കൊടുത്താൽ മതി. ഓക്കെ, സേവ് ചെയ്യുക. ക്യാമറ കുറച്ചുകൂടെ ഒന്ന് അടുപ്പിക്കണം. നമ്മുടെ ഫോക്കൽ ലെങ്ത് കുറച്ചുകൂടെ ഒന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് സൂം വ്യൂ ആയിട്ട് കിട്ടും. നോക്കാം, അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ക്യാമറ ഒന്നുകൂടെ അടിക്കുക, സ്റ്റോർ ക്യാമറ ആ റിവ്യൂയിലേക്ക് സേവ് ചെയ്യുക. ഓക്കെ, നമുക്ക് റെൻഡർ ചെയ്യുന്നതിന് മുന്നേ വൈറ്റ് പക്കാ വൈറ്റ് ആയിട്ടൊരു ഇത് എന്ത് ചെയ്യാം. അപ്പോൾ ഈ ഒരു സിനിമാറ്റിക് വേറെ എന്തെങ്കിലും ഒരു ഓക്കെ കുറച്ചുകൂടെ വൃത്തിയുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കൊടുക്കട്ടെ. അടുത്ത എഫക്റ്റ് ഹൈപ്പർ ലൈറ്റ്. ഹൈപ്പർ ലൈറ്റ് 30% കൊടുക്കുക. സ്കൈ ലൈറ്റ് ഓൺ ചെയ്യുക. ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടി കൊടുക്കുക. ഷാഡോ നമുക്ക് ആവശ്യമുണ്ട്. ഷാഡോ ആണെങ്കിൽ ഷാർപ്പ് ചെയ്ത് കൊടുക്കുക. ഷാഡോ കുറച്ചുകൂടി ഷാർപ്പ് വന്നായിരിക്കും. ഷാഡോ റേഞ്ച് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് റിവ്യൂ. ഡെപ്ത് ഓഫ് ഫീൽഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, എഫക്ട്സിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് ആഡ് ചെയ്യാവുന്ന സ്കെയിൽ ക്ലൗഡ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഇതൊക്കെ ഞാൻ ഫോണില്ല ഒരു വ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ വേറെ ഒരു കണ്ടീഷൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം. ഞാൻ ഒരു ക്യാമറ ആഡ് ചെയ്യാണ്. അടുത്ത എഫക്റ്റ് സെയിം തന്നെ. നിങ്ങൾക്ക് കുറേയൊക്കെ ഇത് മാച്ച് തന്നെയാണ്. അപ്പം ഇതിൽ മെനു എഡിറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, ക്യാമറയിലേക്ക് വരിക.
അതുപോലെ എഡിറ്റിലെ പേസ്റ്റ് എഫക്റ്റ്. ഓക്കെ, we can change the sky. നമുക്ക് ചേഞ്ച് ചെയ്യാം. ഒരു സൺസെറ്റ് കൊടുക്കാം.